ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞങ്ങള് അച്ചാറിനൊക്കെയാണ് ഇരുമ്പുളി അച്ചാർ. അപ്പൊ ഫസ്റ്റ് ഒരു ഇരുമ്പുളിയുടെ പകുതി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞൂസ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയാണ് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെന്തൊക്കെ ചേർത്തേക്കണം ഓൾറെഡി ഇതില് ഇഞ്ചി അതിന് വെളുത്തുള്ളി പിന്നെ ഇതിന്റെ സ്പെഷ്യൽ കൊടുക്കുക എങ്ങനെയാണെന്ന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പറയണി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഇടണം. അത് കഴിഞ്ഞ് അങ്ങനെയല്ല സ്റ്റോപ്പായിട്ട് പറയണി നിർത്തി വെളുത്തുള്ളി അരിഞ്ഞ് അത് എണ്ണയിൽ വാട്ടണം. ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞ് അത് എണ്ണയിൽ വാട്ടി അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഉണക്കമുളകും കറിവേപ്പിലയും മുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് സുർക്കയൊഴിച്ച് മിക്സ് ആക്കി എടുത്താണ് ഇതിപ്പോ. എന്നിട്ട് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മള് കൈമേറ്റി നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഒഴിക്കണതിന് മുന്നുള്ളതാണ് ഇതുപോലെ ഇരിക്കും. സൊർക്കയും മുളക് പൊടി ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇരിക്കണം കേട്ടോ. എനിക്കറിയാലോ ഞാൻ എരിവ് കഴിക്കില്ല. എനിക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ചാറിന്റെ സ്പെഷ്യൽ ഇതാണ്. അച്ചാറിന് ഞങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. ഞങ്ങളുടെ അച്ചാറിന്റെ സ്പെഷ്യൽ ഇതാണ്. അപ്പൊ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അമ്മാവാണ് മിക്സ് ചെയ്യുന്നത്. മാറി എൻ്റെ അമ്മാമ്മ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എണ്ണയാണ് ഇട്ട് ഒഴിച്ചേക്കുന്നത്. നല്ല എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചേക്കുന്നതാണ്. നല്ലെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അടിയിൽ സ്റ്റൗ കത്തിച്ചിട്ടില്ല. നമ്മൾ ചൂടാക്കി വെച്ചതിന് ശേഷം മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ. ഫാനൊന്നും ഇപ്പം ഇടരുത്. ഇത് എന്താ പറയാ, മിളക് ഇടുന്നതിന് മുന്നേ ഇതിലേക്ക് മുളക് പൊടിയും സൊറുക്ക ഒഴിക്കുമ്പോ ഫാൻ ഇട്ട് സ്റ്റൗവും ഇതിലേക്ക് മിളക് പൊടി സൊറുക്കി ഒഴിക്കുമ്പോൾ ഫാൻ ഓഫാക്കി ഫാൻ ഇട്ടിട്ട് എണ്ണ ചൂടാറാൻ വെക്കണം. എന്നിട്ട് പുളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ചെയ്ത് അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയാ അമ്മ. ഇനി നമുക്ക് ഉലുവ പൊടിക്കണം.